നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചോറ്റാനിക്കര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പോദ്യാനമൊരുക്കിയ ഒരു ഭക്തൻ. കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1.25 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ 19 ക്രിമിനൽ കേസുകളുള്ള സ്റ്റേഷൻ റൌഡി എബിനും കൂട്ടാളിയും അറസ്റ്റിൽ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിൽ നിർത്തിവച്ചിരുന്ന ടോൾ പിരിവ് പുനരാരംഭിക്കുമെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ചോറ്റാനിക്കര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പോദ്യാനമൊരുക്കിയ ഒരു ഭക്തൻ. ചോറ്റാനിക്കര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പ ഉദ്യാനമൊരുക്കി നൽകി വടക്കാഞ്ചി സ്വദേശിയായ ഭക്തൻ. ജീവകാരുണ്യ പ്രവർത്തകനായ പാർലക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഇഷ്ടദേവതയ്ക്കായി ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലുമായി പൂന്തോട്ടം ഒരുക്കി നൽകിയത്. സഹോദരി പുത്രൻ പ്രദീപ് കണ്ണന്റെ പിന്തുണയോടെയാണ് മികച്ച ഇനം തെച്ചിച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സുരേഷ് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ യഹുലദാസ്, മാനേജർ രഞ്ജിനി രാധാകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പാർലക്കാട് വ്യാസാശ്രമത്തിലെ സ്വാമി പുരുഷോത്തമ തീർത്ഥയാണ് സുരേഷിനെ ജീവിത വഴിയിൽ വെളിച്ചമേകിയത്. സമാധിയായ സ്വാമി നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇദ്ദേഹത്തിന് പുഷ്പോദ്യാനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള സത്പ്രവർത്തികൾക്ക് പ്രചോദനമാകുന്നത്. പാവപ്പെട്ടവരെ പരിഹസിക്കുന്ന NPയുടെ സംവാദം അപലപനീയം. മന്ത്രി ആർ ബിന്ദു. കലുങ്ക് സംവാദങ്ങൾ എന്ന പേരിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിച്ച് പാവപ്പെട്ടവരെ പരിഹസിക്കുകയും പരദൂഷണം നടത്തുകയും ചെയ്യുന്ന തൃശൂർ MPയുടെ പരിപാടി അപലപനീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലുങ്ക് പരിപാടിയിൽ വയോധികയോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല. താൻ ഇവിടുത്തെ മന്ത്രിയല്ല, രാജ്യത്തെ മന്ത്രിയാണ് എന്ന് പറയുന്ന ഇയാൾ താൻ MPയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്നും വിസ്മരിച്ചു പോകുന്നു. തൃശൂരിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് MPയും മന്ത്രിയുമായ ഒരാൾക്ക് ജനങ്ങളുടെ നിവേദനം ഏറ്റുവാങ്ങാൻ അനുഭാവപൂർവ്വം പരിഗണിക്കാനും ചുമതലയുണ്ട്. തനിക്ക് വോട്ട് ചെയ്തവരുടെയും മാത്രമല്ല വോട്ട് ചെയ്യാത്തവരുടെയും MPയാണ് ഇപ്പോൾ അദ്ദേഹം. അവർ എല്ലാവരുടെയും പരാതികളും അഭ്യർത്ഥനകളും ഒരുപോലെ കേൾക്കാൻ ജനാധിപത്യപരമായ ബാധ്യതയുണ്ട് MPക്ക്. ജീവിത പ്രശ്നങ്ങളുമായി മുന്നിലെത്തുന്നവർ തന്റെ അടിയാളരാണെന്ന തോന്നൽ നല്ലതല്ല. തിരക്കഥാകൃത്തുക്കൾ സമ്മാനിച്ച ഫ്യൂഡൽ മാടമ്പി വേഷക്കാരനായി സിനിമയിലല്ലാത്തപ്പോഴും തെരുവിലിറങ്ങി നടക്കുന്നത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടാവരുതെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കൊടിമരം മോഷണം പോയി. 3 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ കേസിൽ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഋതിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെ കേസെടുത്ത് ചേലക്കര പോലീസ്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി കൊടുത്ത പരാതിയിലാണ് കേസെടുത്തത്. കൊടിമരം കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0484230079 9496347407. തിരികെ വാർത്തകളിലേക്ക്. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പാൽ വർധന ഉണ്ടാവുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ വില വർധന ഉണ്ടാകുമെന്ന സൂചന നൽകി മന്ത്രി ജെ ചിഞ്ചുറാണി. വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണ്. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വില വർധന ഉണ്ടാകുമെന്നും മന്ത്രി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ സൈക്കിളിൽ തട്ടിക്കൊണ്ടുപോയി പണി നടക്കുന്ന ആളൊഴിഞ്ഞ അംഗനവാടിയിലെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 മാസം അധിക തടവ് അനുഭവിക്കണം. കുട്ടിയെ പണി നടക്കുന്ന ആളൊഴിഞ്ഞ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട 2 പേർ അംഗനവാടിയുടെ ഉള്ളിൽ ചെന്ന് കുട്ടിയെ ലൈംഗിക പീഡനത്തിൽ നിന്നും രക്ഷിച്ചു. പ്രതിയെ തടഞ്ഞു നിർത്തി വാടാനപ്പള്ളി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ മൊഴി പ്രകാരം കേസെടുത്തത്. അന്തിക്കാട് സ്വദേശി നാരായണംകാട്ടിൽ വീട്ടിൽ ജലീഷ് എന്നയാളാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ലിഷ S ആണ് ശിക്ഷ വിധിച്ചത്. പ്രതാപന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. KV അബ്ദുൽ ഖാദർ.
ACPയുടെ സ്ഥലമാറ്റത്തെ രാഷ്ട്രീയവൽക്കരിച്ചുള്ള മുൻ MP TN പ്രതാപന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ഥലം മാറ്റം പോലീസിലെ സാധാരണ നടപടിക്രമം മാത്രമാണ്. CPM BJP ഡീൽ എന്ന കള്ളം നിരന്തരം പറയുന്ന പ്രതാപൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 86,965 വോട്ട് ചോർന്നത് എങ്ങനെയെന്നാണ് വ്യക്തമാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതാപനും അനിൽ അക്കരയും വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. പറഞ്ഞത് CPM BJP ധാരണയെന്ന വ്യാജ പ്രചാരണത്തെക്കുറിച്ചായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതാകട്ടെ LDFന്റെ വോട്ട് 16,196 കൂടുകയും കോൺഗ്രസിൻ്റേത് കുറയുകയുമാണ് ഉണ്ടായത്. ഇത് തിരിച്ചറിഞ്ഞതിനാണ് DCC പ്രസിഡന്റിനെയും UDF കൺവീനറെയുമെല്ലാം മാറ്റിയത്. വർക്കിംഗ് പ്രസിഡന്റായിരുന്ന TN പ്രതാപന്റെ സ്ഥാനം നഷ്ടമായി. ഇതൊക്കെ ഓർമ്മയുള്ള ജനങ്ങളോടാണ് പ്രതാപൻ വീണ്ടും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോറ്റാനിക്കര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പോദ്യാനമൊരുക്കി ഒരു ഭക്തൻ. കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1.25 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ 19 ക്രിമിനൽ കേസുകളുള്ള സ്റ്റേഷൻ റൌഡി എബിനും കൂട്ടാളിയും അറസ്റ്റിൽ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിൽ നിർത്തിവച്ചിരുന്ന ടോൾ പിരിവ് പുനരാരംഭിക്കുമെന്ന് ഹൈക്കോടതി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.